ഹലോ നമസ്കാരം, ഞാൻ ബിന്ദു വിപിൻ. ബിന്ദുസ് സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തക്കാളി കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇതൊരു ബാച്ചിലേഴ്സ് കറി എന്ന് വേണമെങ്കിൽ പറയാം. 4 തക്കാളിയും 2 പച്ചമുളകും ഉണ്ടെങ്കിൽ ഈ കറി റെഡിയാക്കിയെടുക്കാം. തക്കാളിയും അരപ്പും ഒക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ 10-15 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന സിമ്പിൾ ആൻഡ് ടേസ്റ്റി കറിയാണിത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ. പിന്നെ ഇതുപോലുള്ള റെസിപ്പീസിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കാം. ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 4 തക്കാളി എടുക്കുന്നുണ്ട്. ഈ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം. തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തു. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമുള്ള പച്ചമുളക് വേണം. ഞാൻ 2 പച്ചമുളകാണ് എടുക്കുന്നത്. എൻ്റെ കയ്യിലുള്ള പച്ചമുളക് നല്ല എരിവുള്ളതാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളകിൻ്റെ എരിവനുസരിച്ച് എത്ര പച്ചമുളക് വേണോ അത്ര എടുക്കുക. പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുക്കണം. പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തു. ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ കറിവേപ്പിലയും ഉണക്കമുളകും. മുളക് മൂത്തു. ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കും. തക്കാളി വഴന്നു കിട്ടാൻ അതിലേക്ക് 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കും. തക്കാളി കുറച്ച് സമയം വഴറ്റി അതിനുശേഷം അതിലേക്ക് പച്ചമുളക് ചേർത്തിട്ട് ഇത് ഒന്നിങ്ങനെ വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. 2-3 മിനിറ്റ് വഴറ്റിയെടുക്കുമ്പോഴേക്കും ഇത് ഈ ഒരു പരുവത്തിലാവും. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തക്കാളി ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് വെച്ച് വേവിക്കാം. തക്കാളി വെന്ത് വരുന്ന സമയം കൊണ്ട് കുറച്ച് നാളികേരം ചിരകി അരച്ചെടുക്കണം. അരയ്ക്കാൻ വേണ്ടി ഏകദേശം 1/4 കപ്പ് നാളികേരം ചിരകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, 3 അല്ലി വെളുത്തുള്ളി ഇത്രയും ചേർത്ത് നാളികേരം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കും. നാളികേരം നല്ല ഫൈനായിട്ട് അരച്ചെടുത്തു. കറി നന്നായിട്ട് വെന്തു. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച നാളികേരം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കറിക്ക് എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ കറി ഒരുപാട് ലൂസാക്കി വെക്കരുത്. കുറച്ചൊരു തിക്കായിട്ടുള്ള കറിയൊക്കെ വെക്കണം. ഈ കറി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. കറി നന്നായിട്ട് തിളച്ചു. കറി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടാണ് അത് തിളപ്പിച്ചെടുത്തത് കേട്ടോ. നന്നായിട്ട് തിളച്ചു. ഈ സമയത്ത് ഈ കറിയുടെ ഉപ്പ് നോക്കണം. നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി വഴറ്റുമ്പോൾ. അത് പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എനിക്ക് ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരപ്പൊക്കെ നന്നായിട്ടൊന്ന് വേവണം. അതിന് വേണ്ടി 2-3 മിനിറ്റ് ഈ കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം. തക്കാളി കറി 2-3 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചു. അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ കറി അടച്ചു വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാം. കൂട്ടാൻ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് തിക്നെസ്സോട് കൂടിയിട്ടുള്ള നല്ല സൂപ്പർ കൂട്ടാനാണിത്. ഇതിനിയൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ കൂട്ടാൻ എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ? നിങ്ങളിങ്ങനെ ഒരു കൂട്ടാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. നമസ്കാരം.